നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമുക്ക് ഒരുപാട് ആപ്പുകളുണ്ടാവും. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഒരു ആപ്പ് നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പ്ലേ സ്റ്റോറിൽ പോയി തിരഞ്ഞു പിടിച്ച് അതിൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഫോണിലൊരു സൗകര്യമുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഇത്. ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും ഉപകാരപ്പെടും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഫീച്ചർ നിങ്ങൾ അറിഞ്ഞു വെക്കുക. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്പ് ആരെങ്കിലും ഒന്ന് ലിങ്ക് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ ഇതുപോലൊരു ആപ്പ് ലോങ് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ആപ്പ് ഇൻഫോ എന്ന് കാണും. ഇവിടെ താഴെയായിട്ട് ഷെയർ ബട്ടൺ കാണും. ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമുക്കിവിടെ വാട്സപ്പ് സെലക്ട് ചെയ്ത് വാട്സപ്പിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. ആപ്പ് അവരുടെ ഫോണിൽ നിന്ന് അവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ എല്ലാ ആപ്പുകളും, അതായത് സിസ്റ്റം ആപ്പുകളൊക്കെ നമുക്ക് അങ്ങനെ അയച്ചു കൊടുക്കാൻ സാധിക്കില്ല. ചില മൊബൈൽ കമ്പനികൾ തരുന്ന ചില ആപ്പുകളൊക്കെ നമുക്ക് അത്തരത്തിൽ അയച്ചു കൊടുക്കാൻ സാധിക്കില്ല. അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പ് ഷെയർ എന്നാണ് ആപ്പിൻ്റെ പേര്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഓരോ ആപ്പിൻ്റെയും അവസാനം കാണുന്ന ഈ ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആപ്പിന് നമുക്ക് കൊടുക്കുന്ന പെർമിഷൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ സൈസ് എത്രയാണ്, അതിനിപ്പോൾ നിലവിലുള്ള വേർഷൻ എത്രയാണ്, അത് ഇൻസ്റ്റാൾ ചെയ്ത ദിവസം എന്നാണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ കിട്ടും. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്പ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഷെയർ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ മെസ്സഞ്ചറിലേക്കോ ഒക്കെ അയച്ചു കൊടുക്കാനൊക്കെ സാധിക്കും. ഇനി ഒന്നിൽ കൂടുതൽ ആപ്പുകളുണ്ടെങ്കിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ 4 ആപ്പ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ മുകളിൽ കാണാം 3 ബട്ടൺ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കോപ്പി ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഷെയർ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് കോപ്പി ലിങ്ക് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ആർക്കെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത 4 ആപ്പും ആ ആപ്പിൻ്റെ പേരും അതിൻ്റെ വേർഷനൊക്കെ ഇവിടെ കാണിക്കും. ഓരോ ലിങ്കിലും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ സുഹൃത്തൊക്കെ ഒരു ആപ്പ് ചോദിച്ചാൽ പ്ലേ സ്റ്റോറിൽ പോയി നടക്കേണ്ട, നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ അത് കണ്ടെത്താൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.